ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മളിന്ന് ബാംഗ്ലൂരിലുള്ളത്. ബാംഗ്ലൂരിൽ നമ്മൾ ഹോണ്ട ടു വീലേഴ്സിൻ്റെ രണ്ട് പുതിയ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് റൈഡൊക്കെ വന്നിരിക്കുന്നത്. ഒന്ന് ഹോണ്ട ഇ ആക്റ്റീവ, രണ്ടാമത്തെ ഹോണ്ടയുടെ QC1. രണ്ട് വാഹനങ്ങളും ഹോണ്ട എന്നൊരു ഓട്ടോമോട്ടീവ് ജയൻറ്റിൻ്റെ ഇലക്ട്രിക് മോട്ടോഴ്സിലേക്കുള്ളൊരു ഫോറയാണ്. നമുക്ക് ഈ രണ്ട് വാഹനത്തിനും കൂടുതൽ വിഷയങ്ങൾ കിടക്കാം. വെൽക്കം ടു ഫ്ലൈവേ. ആക്റ്റീവ എന്നൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ സ്കൂട്ടേഴ്സ് എന്നൊരു മാർക്കറ്റിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഹോണ്ട. ആ ഹോണ്ടയാണ് ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിലേക്ക് കൂടെ എൻട്രി ചെയ്തേക്കുന്നത്. രണ്ട് പുതിയ വെഹിക്കിൾസ് ആണ് കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഇ ആക്റ്റീവ, രണ്ടാമത്താണ് QC. രണ്ടും ഡിസൈനിൽ വലിയ വ്യത്യാസങ്ങളില്ല, ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. പക്ഷേ അവർ ഫോളോ ചെയ്തേക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആക്റ്റീവയുടെ അതേ ഒരു ഡിസൈൻ ഫിലോസഫിയാണ്. കാരണം ആൾക്കാർ ആ ഒരു ഫിലോസഫിയും ആ ഒരു ബ്രാൻഡും ആ ഒരു ഡിസൈനായിട്ട് ഓൾറെഡി അക്കസ്റ്റംഡ് ആണ്. ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, അവരത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡിസൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ സെയിം 12-inch വീൽസിനെ വരുന്ന മുകളിലേക്ക് ആക്റ്റീവ പോലെ തന്നെ തോന്നിക്കുന്ന മഡ് ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് വെരി സിമിലർ. ഒരു ഡിഫറൻസ് വന്നേക്കുന്നത് ഇവിടെയാണ് LED ലൈറ്റ്സ് വന്നേക്കുന്നത്. നല്ലൊരു ഇൻറ്റഗ്രേഷൻ ആയിട്ടുണ്ട്. താഴേക്ക് നിൽക്കുന്നു. ഡിസൈനിൻ്റെ കാര്യത്തിൽ ഫ്രണ്ടിൽ ഇറ്റ് ലുക്സ് വെരി നൈസ്. നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഉള്ള പോലെ തന്നെ വേറെ ബ്രാൻഡിൽ കാണുന്ന പോലെ ഒരു സ്ക്വയറിഷ് എലിമെൻറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്പർ പ്ലേറ്റോട് ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നു. ഫ്രണ്ടിലേക്ക് അത്യാവശ്യം നല്ല വൃത്തിക്ക് ഒരു ഭംഗിയിലൊരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലാക്ക് എലിമെൻറ്റ് കാണാം. അതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു QC1 ഒരു ബാഡ്ജ് ഉണ്ട്. LCD സ്ക്രീനല്ല, TFT സ്ക്രീനാണ് വന്നേക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ലെജിബിൾ ആയിട്ടുള്ളൊരു സ്ക്രീനാണ് വന്നേക്കുന്നത്. നമുക്ക് ആവശ്യത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇല്ലാത്തൊരു സാധനമാണ് റേഞ്ച്. നമുക്ക് പെർസെൻറ്റേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അധികം സ്വിച്ച് ഗിയർ ഒന്നുമില്ല. ഒന്ന് പാസിന് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കാണാം. ആ സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ച് തന്നെയാണ്. നമുക്ക് രണ്ട് റൈഡ് മോഡ്സ് ആണ് ഉള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡും ഒന്ന് ഈക്കോണും. ആ റൈഡ് മോഡ്സ് നമുക്ക് ഇവിടെയാണ് സെലക്ട് ചെയ്യുന്നത്. സോ വെരി ഈസി, നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇവിടെ പിന്നെ ഹോണ്ട ബട്ടൺ കാണാം, ഇൻഡിക്കേറ്റർ സ്വിച്ച് ഉണ്ട്. സോ നത്തിങ് എൽസ്, ഇറ്റ്സ് വെരി സിമ്പിൾ. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. അവിടെ ഫോണോ ചെറിയ വാളറ്റ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. അതിൻ്റെ മേളിൽ തന്നെ ഒരു USB പോർട്ടും ഉണ്ട്. സോ നമുക്ക് ഫോണും കാര്യങ്ങളും ചാർജ് ചെയ്യാനും പറ്റും. Type C ആണ് USB പോർട്ട് വന്നേക്കുന്നത്. ഇപ്പോൾ Type C ആണ് എല്ലാവരും. പക്ഷേ ഐ ഫീൽ അവരൊരു Type A പോർട്ടായിരുന്നു കൊടുക്കേണ്ടിരുന്നത്. എന്നിട്ട് Type C നമുക്കൊരു അഡാപ്റ്റർ ആയിരുന്നു, അത് നല്ലത്. ബട്ട് ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഈ ലഗേജ് സ്പേസ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ്. നമുക്ക് സീറ്റിന് സ്വിച്ച് കാണാം. അത് അമർത്തി കഴിഞ്ഞാൽ ഈ ലഗേജ് സ്പേസ് ഓപ്പൺ ആവും. 26 ലിറ്റേഴ്സിൻ്റെ ഒരു ലഗേജ് സ്പേസാണ് വരുന്നത്. ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. പക്ഷേ ഇന്ത്യൻ സ്പെസിഫിക്കേഷനുള്ള ഫുൾ ഫേസ് ഹെൽമെറ്റാണ് വെക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ യൂറോപ്യൻ സ്പെക്കായിട്ടുള്ള ഹെൽമെറ്റ് കയറുന്നില്ല. അതുകൂടാണ്ട് ബാക്കിലേക്ക് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. വെരി യൂസബിൾ ആയിട്ടുള്ള സ്പേസാണ്. അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനോ അങ്ങനത്തെ ഒരു യൂസിനൊക്കെ വെരി പ്രാക്ടിക്കൽ. പിന്നെ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ളൊരു ലെഗ് സ്പേസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഞാൻ വലിയ ബൂട്ടൊക്കെ വെച്ചിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഇറ്റ്സ് വെരി സ്പേഷ്യസ്. അവിടെ സാധനങ്ങൾ വെക്കാനുള്ളൊരു ഓപ്ഷനും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സസ്പെൻഷൻസ് കാണാൻ പറ്റും. 5 സ്റ്റെപ്പ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ലോഡും കാര്യങ്ങളനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ. പക്ഷേ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടൊരു ആവശ്യമൊന്നുമില്ല. കാരണം അതിനൊക്കെ പറഞ്ഞേക്ക് വരാം. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മോട്ടർ BLDC മോട്ടർ തന്നെയാണ് വരുന്നത്. ഇതിന് 1.5 kWh ബാറ്ററിയേ വരുന്നുള്ളൂ. കോമ്പറ്റീഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നേരെ പകുതി ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിന് വരുന്നുള്ളൂ. വിച്ച് ഇസ് നോട്ട് എ ഗുഡ് തിങ്. ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ അവർ പറയുന്നത് ഇതിൽ കൂടുതൽ റൈഡ് ഒരു ദിവസം ഉണ്ടാവില്ലെന്നാണ്. ബട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് അത് നമുക്ക് നോക്കാനിരിക്കുന്നു. ഇത് മാർക്കറ്റിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ചുള്ള കറക്റ്റ് വിലയിരുത്താം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസൈനിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു തെറ്റും പറയാനില്ല. ഇറ്റ്സ് വെരി നൈസ്. നല്ല നീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെയിൽ ലാംപ്സ് ഉണ്ട്. LED ലൈറ്റ്സ് കാണാം. അതിനെ വളരെ സ്ലീക്കാക്കി വെച്ചേക്കുന്നതും അതിൻ്റെ ഒരു ഇവിടെ ഒരു QC1 എന്നുള്ള ബാഡ്ജ് കൊടുത്തേക്കുന്നതും ഡിസൈനിൻ്റെ കാര്യത്തിൽ ഐ ഹാവ് നോ കംപ്ലയിൻസ്. ഞാൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജിലേക്ക് കടക്കാം. ഇതിന് ശേഷം ഇപ്പോൾ ബാറ്ററി പാക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. 1.5 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. അതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് ഇവിടെയാണ്. അതിനൊരു നീറ്റായിട്ടുള്ള എഡീഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പ്രിങ് ഓപ്പറേറ്റഡ് മെക്കാനിസം എടുത്ത് വന്നേക്കുന്നത്, വിച്ച് ഇസ് എ വെരി ഗുഡ് ടച്ച്. ഇവരുടെ തന്നെ ഒരു പ്രൊപ്പറേറ്ററി ആയിട്ടുള്ളൊരു ചാർജിങ് പോയിൻ്റാണ് വന്നേക്കുന്നത്. കാർസിനെ പോലെ ഇന്നും ശരിക്കും പറയുക വെച്ചാൽ സ്കൂട്ടേഴ്സ് അവരൊരു സിമിലർ ആയിട്ടുള്ള ചാർജിങ് പോയിന്റ് ഇതുവരെ ആക്കിയിട്ടില്ല. ശരിക്കും ഒരു ആക്കേണ്ട സമയം എന്നോ കഴിഞ്ഞിട്ടുണ്ട്. കുറേ ബ്രാൻഡ്സ് അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ള കാരണം ഇപ്പോഴും ആയിട്ടില്ല. ഐ ഫീൽ അതാവേണ്ട സമയം ഒരുപാട് അതിക്രമിച്ച് കഴിഞ്ഞു. എല്ലാവരും ഒരേ ചാർജിങ് പോയിന്റ് പോലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ് പോസിബിലിറ്റീസ് എളുപ്പമാണ്. ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ആൾക്കാർക്ക് വളരെ എളുപ്പം കൂടും. സോ ഡിസഡ്വാൻറ്റേജ് നമ്പർ 1 ഇതാണ്. ചാർജിങ് പോർട്ട് വരുന്നതിന് പ്രൊപ്പറേറ്ററി ചാർജിങ് പോർട്ടാണ്. ഞാൻ പറഞ്ഞു 1.5 kWh ബാറ്ററിയാണ് വരുന്നത്. പക്ഷേ ഈ 1.5 kWh ബാറ്ററി ചാർജ്, അതായത് 0 to 80% ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം 4.5 മണിക്കൂർ എടുക്കുന്നുണ്ട്.
അത് വീട്ടിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത്, വീട്ടിൽ അവർ ചാർജിങ് പോർട്ട് അടക്കാൻ വരുന്നത്. സോ വീട്ടിലത്തെ പവർ പോയിന്റിൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുത്തിയിട്ട് 4.5 മണിക്കൂർ 0 to 100% ചാർജ് ആക്കാനാണെങ്കിൽ 6.5 മണിക്കൂർ കൊടുക്കും. സ്ലോ ചാർജിങ് ആണ്. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോണ്ട എന്നൊരു കമ്പനി ഭയങ്കര സേഫ്റ്റി ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ചാർജിങ് പോർട്ട് ഡയറക്റ്റ് ആയിട്ടല്ല കുത്തുന്നത്, അതിൻ്റെ ഇടയിൽ ഒരു സർക്യൂട്ടും കൂടി വരുന്നുണ്ട്. സോ എക്സ്ട്രാ പവർ സർജ് വന്നാലോ പവറിൻ്റെ കുറവ് വന്നാലൊക്കെ അത് ബാറ്ററീനെ ബാധിക്കാതിരിക്കാനുള്ള ചെറിയ സർക്യൂട്ടിന് അവർ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇനി പറയേണ്ടത് ഇതിൻ്റെ റൈഡിങ്ങും ഇതിൻ്റെ ഒരു യൂസബിലിറ്റി ഫാക്ടറും കൂടിയിട്ടാണ്. നമുക്കിനി ഫസ്റ്റ് നമുക്ക് റൈഡിങ്ങിലേക്ക് കിടക്കാം. റൈഡിങ് നമ്മൾ കയറി കഴിഞ്ഞാൽ റൈഡിങ് സീറ്റിംഗ് പൊസിഷനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. സ്കൂട്ടറാണ്, സോ ഹോണ്ടയ്ക്ക് നല്ലപോലെ അറിയാം എങ്ങനെയാണ് ഒരു റൈഡിങ് പൊസിഷനും കംഫർട്ടബിൾ ആക്കേണ്ടതെന്നൊക്കെ. പക്ഷേ ഐ ഫീൽ സീറ്റ് കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കാൻ വരുന്നു, അപ്പോൾ കുറച്ചും കൂടെ കംഫർട്ട് ആവുമായിരുന്നു. ഇത് കുറച്ച് ഒരു സ്റ്റിഫർ ആയിട്ടുള്ളൊരു സീറ്റിംഗ് ഫോമാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 km/h ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ് വെച്ചേക്കുക. ഐ ഫീൽ അത് കുറച്ചും കൂടെ കൂട്ടണമായിരുന്നു. ഇവർ പറയുന്നത് ഇൻസൈഡ് സിറ്റി 50 km ആണ് ഇപ്പോൾ ഒരു സ്പീഡ് ലിമിറ്റ് നോർമലി വരുന്നത്, അതുകൊണ്ട് അവർ അത്രയും വെച്ചേക്കുന്നതാണ്. പക്ഷേ അവർ കൂട്ടണമായിരുന്നു. അതുകൂടാണ്ട് ബാറ്ററി കപ്പാസിറ്റി കൂട്ടണമായിരുന്നു. ഐ ഫീൽ ഇത് ഹോണ്ട ഒരു നെക്സ്റ്റ് ഒരു അപ്ഗ്രേഡേഷനിലേക്ക് അവർ ഇമ്പ്രൂവ് ചെയ്താൽ വെൽ ആൻഡ് ഗുഡ്. 2 റൈഡിംഗ് മോഡ്സ് ഉണ്ട്, ഈക്കോണും സ്റ്റാൻഡേർഡും. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഈക്കോണിൽ നിൽക്കുന്നത്, പിന്നെ സ്റ്റാൻഡേർഡിലേക്ക് ആക്കുമ്പോഴാണ് പവർ കൂടുതൽ കിട്ടുന്നത്. ആ സ്റ്റാൻഡേർഡിൽ ഇടുമ്പോഴാണ് ഈ 50 km/h സ്പീഡിലേക്ക് എത്തുന്നത്. ഈക്കോണിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കുറയും. ഈക്കോണിൽ ഇട്ട് കഴിഞ്ഞാലാണ് ഈ 26 km/h സ്പീഡ് ലിമിറ്റിലേക്ക് എത്തും. അതുകൂടാണ്ട് ഇപ്പോൾ നമ്മൾ 20% ചാർജ് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോ മോഡിലേക്ക് മാറും. അപ്പോഴും ഈ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യപ്പെടും. പിന്നീട് പറയാനുള്ളൊരു കാര്യം, അത്യാവശ്യം ലോങ് ആയിട്ടുള്ളൊരു വീൽ ബേസ് ആണ് വെഹിക്കിളിൽ വരുന്നത്. ആ ലോങ് ആയിട്ടുള്ള വീൽ ബേസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനുവറബിലിറ്റി ഇൻസൈഡ് സിറ്റി വളരെ സുഖമാണ്, നമുക്ക് എളുപ്പത്തിൽ കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ അങ്ങനത്തെ യൂസബിലിറ്റി ഫാക്ടേഴ്സും പിന്നെ റൈഡബിലിറ്റി ഫാക്ടേഴ്സൊന്നും ഹോണ്ടയിൽ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വർഷത്തെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്, മാർക്കറ്റ് എക്സ്പീരിയൻസ് ഇപ്പോൾ ഒരു ഇന്ത്യ എന്നൊരു മാർക്കറ്റിൽ തന്നെ അവർ കിട്ടിയിട്ടുണ്ടാവും. സോ അതൊക്കെ അവർ ഇങ്ങോട്ടും ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് എ ഗ്രേറ്റ് തിങ്, അഡ്വാൻറ്റേജ് തന്നെയാണത്. വേറൊരു കാര്യം അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്, അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, കാരണം ഞാൻ ഇലക്ട്രിക് വണ്ടികളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതിൻ്റെ ആക്സലറേഷനാണ്. പക്ഷേ ഈ ആക്സലറേഷൻ ഇഷ്ടപ്പെടാത്ത ഒരാൾക്കാരുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ വീട്ടിൽ തന്നെ ഞാനിപ്പോൾ എയ്ത്തർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛന് അതിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്സലറേഷൻ ഭയങ്കര എബ്രപ്റ്റ് ആണെന്നാണ്. അത് പുള്ളിക്കാരനെ പേടിപ്പിക്കുന്ന രീതിയിലുള്ളത്. അതിപ്പോൾ മറ്റേ മോഡ് കുറച്ചിട്ടാലും എബ്രപ്റ്റ് ആയിട്ടൊരു ആക്സലറേഷൻ, അത് ശരിയാണ്, അത് വൺസ് ഒരു ശീലമാവാനുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടം ആൾക്കാർക്ക് ശരിക്കും പറച്ചാൽ ഇതിൻ്റെ ഒരു ലീനിയർ ആക്സലറേഷൻ, അതായത് ഐസ് വെഹിക്കിൾ പോലെ തന്നെ ഒരു ആക്സലറേഷനാണ് വരുന്നത്, വളരെ സ്ലോ ആയിട്ട് അത് ബിൽഡപ്പ് ചെയ്യുന്നത്. ആ ബിൽഡപ്പ് ചെയ്യുന്ന ആക്സലറേഷൻ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് ശരിക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു വെഹിക്കിൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതൊരു സെക്കൻഡറി വെഹിക്കിളാണ് വീട്ടിലേക്കുള്ളത്. അതായത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ പോകാനും അങ്ങനത്തെ ആവശ്യങ്ങൾക്കാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു ലീനിയർ ആക്സലറേഷൻ അങ്ങനത്തെ ഒരു ആൾക്കാർക്കും അങ്ങനത്തെ ഒരു യൂസിനും എന്തായാലും ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ചും റേഞ്ച് ഞാൻ പറഞ്ഞല്ലോ 80 km ആണ് ഇപ്പോൾ റേഞ്ച് പറയുന്നത്. ബട്ട് ഐ ഫീൽ ഒരു റിയൽ വേൾഡ് കണ്ടീഷനിൽ ഒരു 60 km കിട്ടുമായിരിക്കും. സോ ഒരു ദിവസത്തിൽ 60 km കൂടുതൽ ഈ ഒരു വെഹിക്കിൾ എന്തായാലും ഓടിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിൻ്റെ ഒരു കസ്റ്റമർ ബേസ് അങ്ങനത്തെ ആൾക്കാരായിരിക്കും കൂടുതൽ മേടിക്കാൻ സാധ്യതയുള്ളത്. കാരണം ആക്റ്റീവ് എന്നൊരു വെഹിക്കിൾ ശീലമുള്ള ആൾക്കാരായിരിക്കും ഇതിലേക്ക് മാറാൻ പോകുന്നത്. സോ അവർക്കിതൊരു ഹ്യൂജ് പ്രശ്നമായിരിക്കില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ വരുന്നത് 90,000 ആണ് എക്സ് ഷോറൂം പ്രൈസ്. ഇപ്പോൾ ടാക്സും കാര്യങ്ങളൊക്കെ കൂടിയിട്ടൊരു ഏകദേശം ഒരു 1.1 എത്തുമായിരിക്കും. ഇതിപ്പോൾ ഏറ്റവും കുറവായിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചാണ് ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ. ഇതിനേക്കാളും പ്രൈസ് കുറവുള്ളത് പിന്നെ ചൈനീസ് ബ്രാൻഡ്സ് ആയിട്ടുള്ള വേറെ കുറേ വെഹിക്കിൾസിനാണ്. പക്ഷേ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോണ്ട എന്നൊരു കമ്പനിയുടെ സർവീസ് റിലയബിലിറ്റിയും പിന്നെ ഇതിൻ്റെ ഒരു ലോങ് ടേം നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിക്കുള്ള റിലയബിലിറ്റിയാണ്. പിന്നെ ഹോണ്ട എന്നൊരു കമ്പനിയുടെ മെയിനായിട്ടുള്ളൊരു ബിൽ ക്വാളിറ്റി, ഇതിനാണ് നമ്മൾ മെയിനായിട്ട് പൈസ കൊടുക്കുന്നത്. സോ ഇതൊക്കെയായിരുന്നു ഈ QC1 എന്ന വെഹിക്കിളിൻ്റെ മെയിൻ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ ആക്ടിവിറ്റിയിൽ കിടക്കാം. കാഴ്ചയിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും ഇതാണ് ആക്ടിവ ഇ. സോ നമുക്ക് ഡിസൈൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ ഇപ്പോൾ നേരത്തെ കണ്ട QC1 പോലെ തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഫ്രണ്ടിലും ബാക്കിലും ഇപ്പോൾ 12 ഇഞ്ച് വീൽസാണ് വരുന്നത്. അതുകൂടാണ്ട് ഇവിടെ ഒരു DRL വന്നിട്ടുണ്ട്. സെയിം LED ഹെഡ്ലൈറ്റ്സ് ഇവിടെ കാണാം, സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള പോലെ തന്നെ. സെയിം ബാക്കിയുള്ള ഡിസൈൻ എലിമെൻറ്റ്സ് ഒക്കെ ഒരേപോലെ തന്നെയാണ്. വ്യത്യാസങ്ങൾ മെയിനായിട്ട് വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്കിലേക്ക് ഈ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ്ലി വേറെ തന്നെയാണ്. ഈ പേര് വന്നേക്കുന്ന ബാക്കിലത്തെ ടെയിൽ ലൈറ്റ്സ്,
ഇവിടെ ഒരു എക്സ്ട്രാ എലിമെൻറ്റ് വന്നേക്കുന്നു. ഇവിടെ ഒരു എയർ പാസേജ് പോലത്തെ ഒരു സാധനം കാണുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് എയർ പോകുന്നതല്ല, അതൊരു ഫേക്ക് ഇതുപോലെയാണ്. പിന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വന്നേക്കുന്ന ഒരു BLDC മോട്ടറാണ്, അതായത് ബ്രഷ്ലെസ് DC മോട്ടർ. ഇതിൽ വന്നേക്കുന്ന PMSM മോട്ടറാണ്. ഇത് പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടർ എന്ന് പറയും. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആണ്, കുറച്ചും കൂടെ പവർഫുള്ളാണ്. കുറച്ചും കൂടെ റെവല്യൂഷൻസ് കൂടുമ്പോൾ നമുക്കിതാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫോർ ലെസർ റെവല്യൂഷൻസ്, കാരണം അത് പവർ കുറഞ്ഞ മോട്ടറാണ്. ഇതൊരു 6 കിലോവാട്ടിൻ്റെ മോട്ടറാണ്. സോ പവർ ജനറേറ്റ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. പിന്നെ ഒരു വ്യത്യാസം പറയാനുള്ളത്, ഇതിപ്പോൾ സീറ്റ് തുറന്നു കഴിഞ്ഞാൽ നേരത്തെ പോലെയല്ല, ഇതിൻ്റെ അകത്താണ് ബാറ്ററി വരുന്നത്. അതാണ് മെയിൻ ഒരു വ്യത്യാസം. ഇത് സ്വാപ്പബിൾ ബാറ്ററീസ് ആയിട്ട് വരുന്നത്. നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. അതിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുന്നേ ഈ ഒരു മോട്ടറിൻ്റെയും ഈ ഒരു ബാറ്ററിയുടെയും കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ഫ്രണ്ടിലേക്ക് തിരിച്ചു വരാം. ഫ്രണ്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് ബട്ടൺസ് കാണാം. നേരത്തെ ബട്ടൺസേ ഉണ്ടായിരുന്നില്ല. ഇവിടെ ആണെങ്കിൽ ഒരുപാട് ബട്ടൺസാണ്. ഇതൊക്കെ ഫുൾ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ഫുൾ പാനൽ ഇവിടുത്തെ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ 2 മോഡലായിട്ട് വരുന്നുണ്ട്. ഒന്ന് റോഡ് സിങ്ക് ഡുവോ എന്നുള്ള ആപ്പിനോടുള്ള കണക്ടിവിറ്റിയോട് കൂടിയിട്ടാണ് ഒന്നില്ലെങ്കിൽ ആക്റ്റീവായി വരുന്നത്, അതല്ലെങ്കിൽ അതില്ലാണ്ട്. ഈ റോഡ് സിങ്ക് ഡുവോ കണക്ടിവിറ്റി ഉള്ള ആപ്പുകൾക്കാണ് ഇത്രയും വലിയൊരു സ്ക്രീൻ വരുന്നത്. ടച്ച് സ്ക്രീൻ അല്ല, കളർ സ്ക്രീനാണ്. കളർ TFT 7 ഇഞ്ച് സ്ക്രീൻ, മറ്റേതാകുമ്പോൾ 5 ഇഞ്ച് സ്ക്രീനാണ് വരുന്നത്. ഇപ്പോൾ ഈ റോഡ് സിങ്ക് ഡുവോ ആപ്പിലൂടെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ഹോണ്ട എന്നൊരു പേരോടുകൂടി ഓൺ ആവുന്നു. അതിന് ശേഷമാണ് മെയിൻ സ്ക്രീൻ വരുന്നത്. മെയിൻ സ്ക്രീൻ വരുന്നത് ഹോം സ്ക്രീനിലേക്കാണ്. ഹോം സ്ക്രീനിൽ നമുക്ക് അവർക്ക് സ്പീഡ് കിട്ടും, പിന്നെ ആവശ്യമുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. അത് സ്റ്റാൻഡ് ഡൗൺ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് നോട്ടിഫിക്കേഷൻ കാരണം കിട്ടും. സീറ്റ് ഓപ്പൺ ആണെങ്കിൽ വരെ വണ്ടി നീങ്ങില്ല, വണ്ടി സ്റ്റാർട്ടാവില്ല. നേരത്തെ പോലെയല്ല, ഇതിൽ 3 മോഡുകളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓടിക്കുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും കിടക്കാം. അത് കൂടാണ്ട് നമുക്ക് റേഞ്ച് കാണാം. നേരത്തെ റേഞ്ച് ഉണ്ടായിരുന്നില്ല. ബാറ്ററി പെർസെൻറ്റേജ് കാണാം. ഇപ്പോൾ ഒരുവിധം ഉള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെ പോലെ സിമിലർ ആയിട്ടാണ് ഈ ഒരു സാധനവും വന്നേക്കുന്നത്. അതുകൂടാണ്ട് നമുക്ക് വണ്ടി വെഹിക്കിൾ റെഡി ആണെങ്കിൽ പിന്നെ കണക്ടിവിറ്റിയുടെ സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഫോൺ കണക്റ്റഡ് ആണെങ്കിൽ ഫോൺ വൈഫൈ വഴി കണക്ട് ചെയ്യാൻ പറ്റും, പിന്നെ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നാവിഗേഷൻ സ്ക്രീനാണ്. നമ്മുടെ ഫോൺ കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് വഴിയല്ല, വേറൊരു ആപ്പ് വഴിയാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഓൺ ആവുന്നത്. നമ്മൾ ഫോൺ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലൂടെ നമ്മൾ എവിടേക്കാണോ പോകേണ്ടതെന്ന് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് ആപ്പിലിട്ടോ, നമ്മൾ ആപ്പിൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ പുഷ് ഇറ്റ് ടു ദി സ്ക്രീൻ. എന്നിട്ട് നമുക്ക് ഇതിൽ നമുക്ക് നാവിഗേഷൻ കാണാൻ പറ്റും. അത് കൂടാണ്ട് ഇപ്പോൾ നമ്മുടെ ഹെഡ്ഫോൺസ് കണക്റ്റഡ് ആണെങ്കിൽ ഫോണായിട്ട് നമുക്ക് ആ നാവിഗേഷൻസിൻ്റെ സൗണ്ട് നോട്ടിഫിക്കേഷൻസ് അലേർട്ട്സ് നമുക്ക് ഹെഡ്ഫോണിലും കിട്ടും. ഇതിലൂടെ അല്ല, നമുക്ക് ഫോണിലൂടെ തന്നെ ഡയറക്റ്റ് വരുന്നത്. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോണിൻ്റെ ആണ്. ഫോൺ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാനല്ല പറ്റും. നമുക്ക് ഫോൺ കോൾസ് വരുന്നത് ആൻസർ ചെയ്യാനും കട്ട് ചെയ്യാനും പറ്റും. ഇപ്പോൾ നമ്മൾ ഹെഡ്ഫോൺസിൽ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് റൈഡിലും ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൻ്റെ കൺട്രോളിലാണ് നമുക്ക് ബാറ്ററിയുടെ ഡീറ്റെയിൽസ് കിട്ടുന്നത്, ബ്ലൂടൂത്ത് കണക്റ്റഡ് കിട്ടുന്നത്, വൈഫൈയുടെ കിട്ടുന്നത്, പിന്നെ കൺട്രോൾസ് ഞാൻ പറഞ്ഞല്ലോ. കൺട്രോൾസ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് ട്യൂൺ ചെയ്ത് വെക്കാൻ പറ്റും. സൈഡിലുള്ള വലിയ ബട്ടൺസാണ് നമുക്ക് മെയിൻ മെനുവിൽ ടോഗിൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്തൊരു ജോയ്സ്റ്റിക്ക് പോലെ ഉണ്ട്. ആ ജോയ്സ്റ്റിക്കിലൂടെയാണ് നമുക്ക് ഇന്നർ മെനു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതിന് നമുക്ക് മേളിലോട്ടും താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ അതിൽ കൺട്രോൾ ചെയ്യുന്നു. ഉള്ളിലേക്ക് കയറാനായിട്ട് ഓക്കെ അടിക്കുന്നു, ബാക്കിലേക്ക് വരാൻ ബാക്കിലേക്ക് ആക്കുന്നു. വെരി ഇൻറ്റ്യൂട്ടീവ്, വെരി ഈസി. വലിയ ബട്ടൺസാണ്, നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ടാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ഇസ് വെരി നൈസ്. ഇപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ കമ്പനീസും ഗ്ലൗസ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കുന്നുണ്ട് എല്ലാ കൺട്രോൾസും. കാരണം ഇപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടും സേഫ്റ്റി ഗിയറൊക്കെ കുറച്ചുകൂടി ഒരു ഇൻഡസ്ട്രി നോം ആവുന്നുണ്ട്, കുറച്ചുകൂടി നോർമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്, ആൾക്കാർക്ക് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി നൈസ്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹോം സ്ക്രീനിൽ നമുക്ക് ഏത് മോഡിലാണ് പറഞ്ഞല്ലോ, അത് കൂടാണ്ട് നമുക്ക് എത്ര സ്പീഡിലാണോ പോകുന്നത്, എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്, അതുകൂടാണ്ട് എത്ര പവർ ജനറേറ്റ് ചെയ്യുന്നതും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇത്രയധികം കാര്യങ്ങളുണ്ട് ഈ ഒരു സാധനത്തിനകത്ത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റോഡ് സിങ്ക് ഡുവോ ആപ്പ് അല്ലെങ്കിൽ നമുക്ക് നാവിഗേഷൻ സ്ക്രീൻ ഉണ്ടാവില്ല, ഫോൺ കണക്ടിവിറ്റി സ്ക്രീനും ഉണ്ടാവില്ല. അതുകൂടാണ്ട് 1-2 വേറെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും നമുക്ക് വൈഫൈ കണക്ടിവിറ്റിയും സാധനങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് കിട്ടില്ല. ഓവർ ദി എയർ അപ്ഡേറ്റ്സും നമുക്ക് ഉണ്ടാവില്ല, നമുക്ക് സർവീസ് സെൻറ്ററിൽ പോകേണ്ടി വരും. ഇതൊക്കെയായിരുന്നു അപ്പോൾ ബേസിക്കലുള്ള വ്യത്യാസം സ്ക്രീനിലുള്ള. പിന്നെ അത് കൂടാണ്ട് ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്, നേരത്തെ ഉണ്ടായിരുന്ന QC1 ഒരൊറ്റ ഇവിടെ ഒരു സ്പേസ് ഉണ്ടെന്നുള്ളൂ. ഇവിടെ 2 എണ്ണം ഉണ്ട്. പക്ഷേ 2 എണ്ണം ഉണ്ടെങ്കിലും അതിനേക്കാളും ചെറുതാണ്. ഇവിടെയും ഒരു USB പോർട്ട് വന്നിട്ടുണ്ട്. നേരത്തെ QC1 ഉണ്ടായിരുന്ന പോലെ തന്നെ ഇവിടെയും ഹുക്ക് ഉണ്ട്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓപ്പണബിൾ ആയിട്ടുള്ള നല്ല ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ 2 ഹുക്കാണ് വന്നേക്കുന്നത്. ഇറ്റ്സ് എ നൈസ് ഒരു പ്രീമിയം ടച്ച്. ഇത്രയും വില കൂടുതൽ കൊടുക്കുന്നുള്ളതുകൊണ്ട് ഒരു പ്രീമിയം ടച്ച്.
ഇത്ര മാത്രം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നൊരു മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താക്കോലാണ്. താക്കോൽ ഇതൊരു വയർലെസ് കീയാണ് വരുന്നത്. ബാക്കിയുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ വയർലെസ് കീൻ്റെ ഗുണം അപ്പോൾ നിങ്ങൾ വയ്ക്കും താക്കോലില്ലാണ്ട് ആൾക്കാർക്ക് എടുത്തു പോയി എന്ന്. ഇവിടെ ഒരു നോബ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മെയിൻ യൂസബിലിറ്റി എവിടെ വരുന്നത് വെച്ചാൽ നമ്മൾ താക്കോലായിട്ട് നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ മാത്രമേ ഈ നോബ് തിരിയുള്ളൂ. ഒരു ഒച്ച കേട്ടല്ലോ, അപ്പോഴാണ് സെൻസ് ചെയ്തിട്ട് താക്കോലുണ്ടെന്ന് സെൻസ് ചെയ്തിട്ട് ഈ ഒരു നോബ് തിരിയുന്നത്. അതിലാദ്യം സീറ്റ് എന്നൊരു ഓപ്ഷനിലേക്കാണ് പോവുക. ആ സീറ്റ് എന്നൊരു ഓപ്ഷനിലേക്ക് തിരിക്കുമ്പോൾ മാത്രമേ ഈ ഇപ്പുറത്തുള്ള സീറ്റിന് ഇപ്പോൾ ബട്ടണാണുള്ളൂ. നേരത്തെ QC1 ഒരു ബട്ടണായിരുന്നു, ഇവിടെ ഒരു ബട്ടണാണ്. ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവുള്ളൂ. അതിനുശേഷം ഒന്നും കൂടെ തിരിക്കുമ്പോഴാണ് ഇഗ്നിഷൻ ഓൺ ആവുന്നത്. ഇതിനിപ്പോൾ 2 ബാറ്ററി വരുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ 3 ബാറ്ററി വരുന്നുണ്ട്. ആ രണ്ടാമത്തെ സെറ്റ് ഓഫ് ബാറ്ററി ഞാൻ പറഞ്ഞുതരാം. ഓക്സിലറി ബാറ്ററി. ഇതിപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ ഇഗ്നിഷനിൽ ഓണാക്കി വെച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓക്സിലറി ബാറ്ററി വരും അരമണിക്കൂർ കൊണ്ട് തീരും. സോ അത് ചെയ്ത് വെക്കരുത്, എപ്പോഴും ഓഫാക്കി വെക്കണം. ഹോണ്ടക്കാർ ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളത് ഓഫാക്കി വെക്കുക. അതുകൂടാണ്ട് ഇതിൽ 2 ബാറ്ററിയാണുള്ളത്. ആ 2 ബാറ്ററിയുടെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഇനി അടുത്ത കയറുന്നത്. സോ ഞാൻ ഇതിൻ്റെ ടെക്നോളജിയും ഇതിൽ വന്നേക്കുന്ന കണക്റ്റഡ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി മോട്ടർ, ഇലക്ട്രിക് വെഹിക്കിളാണല്ലോ, അപ്പോൾ ഇതിൻ്റെ ബാറ്ററി മോട്ടറിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ 2 ബാറ്ററി കാണിച്ചു തന്നു. ഈ 2 ബാറ്ററി ഞാൻ സ്വാപ്പബിൾ ആണെന്ന് പറഞ്ഞു. ഈ സ്വാപ്പബിൾ ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു സാധനം, ഈ ഒരു ടാഗ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ബാംഗ്ലൂർ എന്ന സിറ്റിക്കകത്തും ബോംബെയും ഡൽഹിയും ഇങ്ങനെ 3 സിറ്റികൾ മാത്രമേ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ബാംഗ്ലൂരിലാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. 231 ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സ്വാപ്പബിൾ ലൊക്കേഷൻസ് ഉള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം ആ മെഷീനിൽ തൊട്ട് കഴിഞ്ഞാൽ ആ മെഷീനിൽ കാണിച്ചു തരും ഏതൊക്കെ ബാറ്ററിയാണ്. അതിപ്പോൾ ഒരു വലിയൊരു, ഇപ്പോൾ ഈ കാണുന്ന പോലെ വലിയൊരു സെൻറ്ററാണ്, അതിൽ കുറേ ബാറ്ററീസ് ഉണ്ട്. നമ്മൾ ഈ സാധനം അവിടെ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഇതിലേതൊക്കെ ബാറ്ററിയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് കാണിച്ചു തരും. ആ 2 ബാറ്ററി എടുക്കണം. അതിന് മുന്നേ ഇതിനകത്തിരിക്കുന്ന 2 ബാറ്ററി 2 ബാറ്ററിയും നമ്മൾ എടുക്കണം, ഒരു ബാറ്ററി അല്ല. കാരണം അറ്റ് എ ടൈം 2 ബാറ്ററിയിൽ നിന്നും ചാർജ് എടുത്തിട്ടാണ് ബാറ്ററി മോട്ടർ വർക്കാവുന്നത്. അതുകൊണ്ട് 2 ബാറ്ററി എടുത്തിട്ട് അതിൽ പ്ലഗ് ചെയ്യണം. 2 ബാറ്ററി എടുത്തിട്ട് ഫുള്ളി ചാർജ് 2 ബാറ്ററി എടുത്തിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യണം. ഇതൊരു സ്വാപ്പബിൾ ടെക്നോളജിയാണ്. ഈ സ്വാപ്പബിൾ ടെക്നോളജി എത്രത്തോളം വർക്കൗട്ട് ആവുന്നുള്ളത് നമ്മൾ കണ്ടറിയാനുണ്ട്. ഇതിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ ഒരുപാട് പ്രാക്ടിക്കൽ ഇഷ്യൂസ് കൊണ്ട് പരാജയപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഹോണ്ട ഈസ് വെരി കോൺഫിഡൻറ്റ്. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ നമ്മുടെ ആൾക്കാർക്കും കസ്റ്റമർക്കും വേണ്ട ഒരു കാര്യം എന്നുള്ളത്. ഐ ആം സ്റ്റിൽ സ്കെപ്റ്റിക്കൽ. നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ സ്കെപ്റ്റിക്കലാണ് എത്രത്തോളം വർക്കൗട്ട് ആവുന്നുള്ളത്. എന്നാലും സിൻസ് ഹോണ്ട അവർ പറഞ്ഞേക്കുന്ന ഒരുപാട് സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. അങ്ങനെയാണ് ഈ ഒരു ടെക്നോളജി വന്നേക്കുന്നത്. ഇതിനിപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ഈ അടുത്തൊന്നും ഈ ഒരു ടെക്നോളജി വരാൻ പോകുന്നില്ല. കുറച്ചും കൂടെ കാലെടുക്കും. അവർ ഇവിടെ വർക്കൗട്ട് ചെയ്ത് എത്രത്തോളം അത് വർക്കബിളാണെന്ന് കണ്ടറിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുള്ളൂ. ഐ ഫീൽ ഇവിടെ തീർന്ന് ഇതിലൂടെ കുറച്ചുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസിനോടെ ഒഴിവാക്കി ചാർജ് ചെയ്യാനും കൂടെ ഉള്ളൊരു ഓപ്ഷൻ കൂടെ വെച്ചിട്ട് വേണം ഈ ഒരു വാഹനം ഇറക്കാൻ. അതായത് ഇൻഡിവിജ്വലി ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനും വേണം. എന്നാൽ മാത്രമേ ഇത് അറ്റ് ദി എൻഡ് ഓഫ് ഡേ ഇത് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ആവണമെങ്കിൽ അത് വേണം നമ്മുടെ നാട്ടിലേക്ക് വരണമെങ്കിൽ. ഇവർ പറയുന്നു ഇപ്പോൾ 2 ഇയേഴ്സ് കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. ബട്ട് ഐ എം സ്റ്റിൽ സ്കെപ്റ്റിക്കൽ. എപ്പോൾ വരുന്നത് നമുക്ക് കാണാം. എന്തായാലും QC1 എന്ന വെഹിക്കിൾ നമ്മുടെ നാട്ടിലേക്ക് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. സോ കമ്മിങ് ബാക്ക് ടു ദ മോട്ടർ. ഇതിപ്പോൾ ഒരു 6 കിലോവാട്ട് 6 കിലോവാട്ട് മോട്ടറാണ് വരുന്നത്. ഇതിൽ 3 റൈഡിംഗ് മോഡ്സ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈക്കോ, സ്റ്റാൻഡേർഡ് ആൻഡ് സ്പോർട്ട്. സ്പോർട്ട് മോഡിലേക്ക് ഇടുമ്പോഴാണ് നമുക്ക് മാക്സിമം പവർ കിട്ടുന്നത്. ഓബ്വിയസ്ലി നമുക്ക് ഏറ്റവും കൂടുതൽ പവർ കിട്ടുന്നു. നമുക്ക് ഒരു ആക്സലറേഷൻ കുറച്ചും കൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിലുള്ള ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു ആക്സലറേഷൻ ഫിഗേഴ്സിലേക്ക് എത്തുന്നില്ല, അതുതന്നെ ടോപ്പ് സ്പീഡിലേക്ക് എത്തുന്നില്ല. ബട്ട് ഐ ഫീൽ ഇവിടെ ഹോണ്ട പറയുന്നതായിട്ട് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. കാരണം അത്രയും ഒരു എബ്രപ്റ്റ് ആക്സലറേഷൻ വേണ്ടാത്ത ഒരു കൂട്ടം ജനങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ അച്ഛൻ വീട്ടിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്. അതിൻ്റെ ആ ഒരു ഇൻസ്റ്റൻറ്റ് ടോർക്ക്, നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റ് ടോർക്ക്, അത് ഇഷ്ടമല്ലാത്തൊരാൾക്കാരാണ് ആ ഒരു ഗണം ആൾക്കാർ. അതായത് പ്രായം ചെന്നിട്ട് അവർ കുറച്ചും കൂടെ ഒരു സട്ടിലായിട്ടുള്ള കുറച്ചും കൂടെ സമാധാനപരമായിട്ടുള്ള റൈഡാണ് അവർക്ക് താല്പര്യം. സ്മാർട്ട് ഈക്കോയിൽ ഇട്ടിട്ട് വരെ ആ പുള്ളിക്കാരന് അത് ഭയങ്കര അബ്രപ്റ്റായിട്ട് തോന്നിക്കുന്നത്. സോ ഈ ഒരു ലീനിയർ സ്ലോ ആക്സലറേഷൻ ഇഷ്ടപ്പെടാനാണ് സാധ്യത കൂടുതൽ. ആൻഡ് ഹോണ്ട ഈസ് ഡെഫിനറ്റ്ലി ടാർഗറ്റിംഗ് ടു ദോസ് കസ്റ്റമേഴ്സ്. അതായത് ഇപ്പോൾ ഉള്ള ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ആ ഒരു സ്പോർട്ടി ക്യാരക്ടർ അല്ല, എന്നാൽ കുറച്ചും കൂടെ ഒരു ഹോംലി സ്കൂട്ടർ ക്യാരക്ടർ വേണ്ട ആൾക്കാർക്കുള്ളതാണ് ഈ 2 വെഹിക്കിളും. അതിൽ കുറച്ചും കൂടെ പവർ കൂടിയിട്ടാണ് ഈ വാഹനം വന്നേക്കുന്നത്. ഈ 3 മോഡിലിടുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ശരിക്കും പവർ ഡെലിവറിയിൽ ഇതിൻ്റെ റേഞ്ചിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി 100% ചാർജിലാണ് വണ്ടി എടുത്തത്. നമ്മളിപ്പോൾ 6 കിലോമീറ്ററാണ് വണ്ടി ഓടിച്ചത്. അതിൽ ഞാൻ സ്പോർട്ട് മോഡിലിട്ട് ഓടിച്ചത് ഫുൾ ത്രോട്ടിലായിരുന്നു. നമുക്ക് ഏകദേശം 10% ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ്സ്
രണ്ട് വെഹിക്കിളിൻ്റെയും ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നു. ഞാൻ നേരത്തെ വണ്ടി ഞാൻ പറഞ്ഞു 30 കിലോമീറ്റർ കഷ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ഏകദേശം 45% ആണ് ചാർജ് എത്തിയത്. അത്രമാത്രം ഡ്രോപ്പ് വന്നു. അതുകൂടാണ്ട് ആ ഒരു വെഹിക്കിളിന് ചാർജിങ് സ്പീഡും കുറവാണ്. ഇത് അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാൻ പറ്റും ഒരു സ്വാപ്പബിൾ ടെക്നോളജി ഉണ്ടെന്ന്. സോ റേഞ്ചിൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത് നമുക്ക് ഒരു ചെറിയ ദൂരം മാത്രമേ ഓടിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു റിവ്യൂ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് ഈ വണ്ടി എത്തുമ്പോൾ നമുക്ക് ലോങ് ടേമറായിട്ട് ഈ വണ്ടി കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും അതൊരു ടെസ്റ്റ് നടത്താം. ഇനി നമുക്ക് വരേണ്ടത് ഇതിൻ്റെ റൈഡിങ് ഡൈനാമിക്സ് ആണ്. റൈഡിങ് ഡൈനാമിക്സ് വെച്ച് നോക്കുമ്പോൾ Q7 പോലെയും പഴയ ആക്റ്റീവുള്ള പോലെയും ഇവിടെ ആ കാര്യത്തിലൊന്നും ഒരു തെറ്റും പറയാനില്ല. ഹോണ്ട എന്ന കമ്പനി മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കുറച്ചധികം കാലമായി. സോ ദേ നോ വാട്ട് ദേ ആർ ഡൂയിങ്. അതുകൊണ്ട് തന്നെ ലോങ്കർ വീൽ ബേസ് ആണ്. അപ്പോൾ കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കൂടുന്നു. നമുക്ക് സിറ്റിക്കകത്ത് ഉപയോഗിക്കാനും കൊണ്ടെടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കയറ്റുന്നതൊക്കെ ഇറ്റ്സ് വെരി ഈസി, ഇറ്റ്സ് വെരി നിമ്പിൾ. ഇത് കുറച്ചും കൂടെ നമുക്ക് പവർ കിട്ടുന്നതുകൊണ്ട് കുറച്ചും കൂടെ സുഖമുണ്ട് കൊണ്ടെടുക്കാനായിട്ട്. ഇറ്റ്സ് വെരി നൈസ്. അതിലൊന്നും തെറ്റ് പറയാനില്ല. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ടാണ്. ഞാൻ Q7 പറഞ്ഞ അതേ കാര്യം ഇതിലും പറയും. സീറ്റിൻ്റെ ഫോം ഭയങ്കര ഹാർഡാണ്. ഞാൻ ഈ കുറച്ച് ദൂരം ഓടിച്ചപ്പോഴത്തേക്കും ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഇൻ സിറ്റിക്കകത്ത് നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടൊരു സീറ്റ് തന്നെ വേണം, കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് തന്നെ വേണം. പിന്നെ ഇതിൻ്റെ യൂസബിലിറ്റി ഭാഗത്ത്, രണ്ട് വെഹിക്കിളിൻ്റെ യൂസബിലിറ്റി ഭാഗത്ത് ഇതിൻ്റെ ഒരു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഉള്ള എക്സലൻസ്, അതായത് നമുക്കുള്ള ഒരു ഹിസ്റ്ററി നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. അതിലൊന്ന് ഈ റെയർ വ്യൂ മിറേഴ്സാണ്. ഈ റെയർ വ്യൂ മിറേഴ്സ് ഞാനിപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് വളരെ നീറ്റായിട്ട് ബാക്കിലുള്ള എന്താണെന്നുള്ളത് വളരെ കറക്റ്റായിട്ട് കാണാം. ഇപ്പോൾ ഇറങ്ങുന്ന ഒരുപാട് സ്കൂട്ടേഴ്സിനകത്ത് ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ എടുത്ത് പറയുകയാണെങ്കിൽ ഓലയ്ക്ക് ഡെഫിനറ്റ്ലി ആ കംപ്ലയിൻ്റ് ഉണ്ട്, കൈ മാത്രമേ കാണുന്നുള്ളൂ. ഏഥറിന് ആ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഏഥർ പിന്നെ അവരുടെ പുതിയ വന്ന വെഹിക്കിളിനകത്ത് കുറച്ചും കൂടെ വലിയ മിറേഴ്സ് കൊടുത്തിട്ട് ആ കംപ്ലയിൻറ്റിനെ അവർ ഫീഡ്ബാക്ക് ആയിട്ട് എടുത്ത് നികത്തി കൊണ്ടുവന്നു. ആദ്യം ഒരു സ്പോർട്ടിയാക്കി വെച്ച് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ അത് മാറ്റി. പക്ഷേ ഇവിടെ അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ ഹോണ്ട ഡെഫിനറ്റ്ലി നോസ് വാട്ട് ദേ ആർ ഡൂയിങ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഈ ഒരു എഞ്ചിനീയറിംഗ് ഭാഗത്തുള്ള കാര്യത്തിലോ യൂസബിലിറ്റി ഭാഗത്തുള്ള കാര്യത്തിലോ ഒന്നും ഒരു പ്രശ്നങ്ങളുമില്ല. ആക്റ്റീവ ഇക്ക് ഈ ഉള്ള പ്രൈസ് കൂടാണ്ട് വേറൊരു പ്രൈസും കൂടെ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്ന രീതിയിലും കൂടെ ഒരു കോസ്റ്റ് വരാനുണ്ട്. അതിനെക്കുറിച്ചാണ് അടുത്ത പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ ഈ ബാറ്ററി സ്വാപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞുള്ള ആ പോയിന്റിലേക്ക് പോകുന്നത്. ഈ ഒരു ടാഗ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ പാക്കാണ് എടുക്കേണ്ടത്. അത് രണ്ട് തരം സബ്സ്ക്രിപ്ഷൻ പാക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന് 2000 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ പാക്ക്, ഒന്ന് 3600 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ പാക്ക്. അതായത് 1999 3599. ഇത് നമുക്ക് കിട്ടുന്നത് ആദ്യത്തെ 2000 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മാസത്തിൽ 35 കിലോ വാട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് 2 ബാറ്ററി ഉണ്ട്. ഓരോ ബാറ്ററിയും 1.5 കിലോ വാട്ട് അവർ വെച്ചിട്ടാണ് ബാറ്ററി ഉള്ളത്. അതിനകത്ത് 2 ബാറ്ററി പാക്ക്. Q7 ഒരു ബാറ്ററി പാക്ക് തന്നു, അത് 1.5 കിലോ വാട്ടിൻ്റെ. ഇതിൽ 2 ബാറ്ററി പാക്ക് വരുന്നുണ്ട്. സോ ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഒരു കോസ്റ്റിന് ഭാഗത്തിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു നേരത്തെ Q7 90,000 ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ആക്റ്റീവ ഇ വരുന്നത് 2 പ്രൈസ് പോയിന്റിലാണ്. ഒന്ന് കണക്ടിവിറ്റി ഫീച്ചേഴ്സോട് കൂടിയിട്ടും, അതായത് ഈ റോഡ് സിങ്ക് ഡുവോ എന്നുള്ള ആപ്പിലൂടെയുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കൂടിയിട്ടും അതില്ലാണ്ട് വരുമ്പോൾ 1,19,000 രൂപ വരുന്നത്. അത് കൂടിയിട്ടാണെങ്കിൽ 1,51,600 രൂപ. ഇതൊക്കെ എക്സ് ഷോറൂം പ്രൈസാണ്, വിത്തൗട്ട് ഇൻക്ലൂഡിങ് ടാക്സ്. ഇത് കൂടാണ്ട് ആക്റ്റീവ ഇക്ക് ഒരു പ്രൈസും കൂടെ വരുന്നുണ്ട്. അതാണ് സബ്സ്ക്രിപ്ഷൻ പാക്ക്. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു ബാറ്ററി പാക്ക് പറഞ്ഞല്ലോ. ഈ ബാറ്ററി പാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ചാർജിങ് പോയിന്റിലേക്ക് മാറ്റി കുത്തുന്നതൊക്കെ പറഞ്ഞു, അത് ഫ്രീ അല്ല. അത് സബ്സ്ക്രിപ്ഷനോട് കൂട്ടിയിട്ട് നമുക്കൊരു ആഡഡ് സർവീസാണ്. അത് 2 രീതിയിലുള്ളത്. ഒന്ന് 2000 രൂപയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ പാക്കും, അതായത് മന്ത്ലി 2000 റുപ്പീസ്, 1999 രൂപ. രണ്ടാമത്തെ 3599 രൂപ പെർ മന്ത്. ആദ്യത്തേൽ നമുക്ക് 35 കിലോ വാട്ടാണ് നമുക്ക് മന്ത്ലി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പവർ. നമുക്ക് 12 പ്രാവശ്യം ബാറ്ററി മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് 2 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ പോയി മാറ്റാം. മറ്റേതാകുമ്പോൾ 87 കിലോ വാട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇവിടെ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്നുണ്ടല്ലോ രണ്ടും ഓഡ് നമ്പേഴ്സാണ് വരുന്നത്. ഈ 35 കിലോ വാട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാനും പറ്റില്ല. നമുക്ക് 11.66667 പോലെയാണ് നമുക്ക് വരിക, ഡിവൈഡഡ് ബൈ 3 കൊടുക്കുമ്പോൾ. അതായത് നമുക്ക് 2 ബാറ്ററി മാറ്റുമ്പോൾ 1.5 കിലോ വാട്ട് വെച്ചിട്ട് 3 കിലോ വാട്ട്. അത് നമുക്ക് 2 കൂടെ മാറ്റണം. നമുക്ക് എഫക്റ്റീവ്ലി നമുക്ക് 33 കിലോ വാട്ടേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോഴും നമുക്ക് ഒരു 2 കിലോ വാട്ട് നമുക്ക് യൂസബിൾ അല്ല. അത് നമുക്ക് അടുത്ത മാസത്തേക്ക് നമുക്ക് അത് ആഡ് ഓൺ ആവത്തുമില്ല. നമുക്കിത് ഫുള്ളായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഈ 35 കിലോ വാട്ട് നമുക്ക് 36 ആക്കണമെങ്കിൽ 1 കിലോ വാട്ട് നമ്മൾ 35 രൂപ കൂടെ കൊടുക്കണം. എന്നിട്ടാണ് നമുക്കത് ഉപയോഗിക്കാൻ. അതായത് എഫക്റ്റീവ്ലി 1999 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2034 രൂപ വരും നമുക്ക് എഫക്റ്റീവ്ലി മന്ത്ലി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. 12 വർഷം തികച്ചും നമുക്ക് ഉപയോഗിക്കാം. അതായത് നമുക്ക് ഒരു 2.5 ദിവസം കൂടുമ്പോൾ, അല്ലെങ്കിൽ 2.5 ദിവസം കൂടുമ്പോൾ നമുക്ക് ഒരു ബാറ്ററി മാറ്റാൻ പറ്റും. മറ്റേത് 87 കിലോ വാട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് നമുക്ക് കറക്റ്റ് ഈ 3600 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ വെച്ച് നമുക്ക് 87 കിലോ വാട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്.
അതായത് നമുക്ക് 29 പ്രാവശ്യം പോയിട്ട് നമുക്ക് ബാറ്ററി മാറ്റി വയ്ക്കാൻ പറ്റും. അതായത് ഡെയിലി നമുക്ക് ബാറ്ററി മാറ്റി വെക്കാൻ പറ്റും. ഡെയിലി ബാറ്ററി മാറ്റി വെക്കേണ്ടി വരും. രണ്ടാം സബ്സ്ക്രിപ്ഷൻ പാക്ക് വരുന്നത് 87 കിലോ വാട്ടിൻ്റെ ആണ്. അതായത് നമുക്ക് 3600 രൂപ, 3599. അതിന് നമുക്ക് 29 പ്രാവശ്യം പോയിട്ട് നമുക്ക് പോയി ബാറ്ററി മാറ്റി വെക്കാൻ പറ്റും. അതായത് എഫക്റ്റീവ്ലി എവറി ഡേ നമുക്ക് പോയി മാറ്റി വെക്കാൻ പറ്റും. നമുക്ക് എവറി ഡേ മാറ്റി വെക്കേണ്ടി വരും. കാരണം ഞാനിപ്പോൾ ഉപയോഗിച്ചത് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, വളരെ പെട്ടെന്നാണ് ചാർജ് ഡ്രോപ്പ് ആവുന്നത്. ആൻഡ് ഒരു സാധാരണ ഒരു ഡെയിലി കമ്മ്യൂട്ട് നമുക്ക് എന്തായാലും നമുക്ക് ഡെയിലി പോയി മാറ്റേണ്ടി വരും. അപ്പോൾ ആ ഒരു ചാർജിങ് രീതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറുതെ തിരിഞ്ഞ് കളിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതിന് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അടുത്തൊരു ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനും വേണം. സോ ഇതൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ ഒരു ബാറ്ററി സ്വാപ്പിംഗ് ഐ ആം സ്റ്റിൽ സ്കെപ്റ്റിക്കൽ. ഇത് എത്രത്തോളം ഇത് പ്രാക്ടിക്കലാണെന്നുള്ള കാര്യം ഐ ആം സ്റ്റിൽ സ്കെപ്റ്റിക്കൽ. ഇത് ഉപയോഗിച്ച് തന്നെ അറിയാണ്ട് എന്തായാലും ഒരു ചാർജിങ് ഓപ്ഷൻ ഉണ്ടായേ പറ്റൂ. ഇനി ഈ ഒരു വെഹിക്കിള് നമ്മൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഈ വണ്ടി അടുത്തൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളത്. സോ ഐ വോണ്ട് ബി റെക്കമെൻഡിങ് ദിസ് ബൈക്ക്. എന്തായാലും ഈ ഒരു ബൈക്ക്, ഈ ഒരു ടെക്നോളജി, ഈ ഒരു രീതി, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ട് ഇതെങ്ങനെയായിരിക്കും നമ്മുടെ നാട്ടിൽ പ്രാക്ടിക്കലാവുക, ഏതാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ വരേണ്ടത്, ആസ് എ കൺസ്യൂമർ നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടത്, എന്തൊക്കെയാണ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ശരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് അറിയാനും താല്പര്യമുണ്ട്. എനിക്ക് ആ അറിയുന്ന കാര്യങ്ങൾ കമ്പനിയിലേക്ക് നേരിട്ടൊന്ന് പോയി പറയാനും താല്പര്യമുണ്ട്. കാരണം ഐ ഫീൽ ദേ ആർ ഗെറ്റിംഗ് ദിയർ ഇൻഫർമേഷൻ ഫ്രം സംവെയർ എൽസ്. ഐ ഡോണ്ട് നോ, എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇതൊക്കെയായിരുന്നു ഈ 2 പുതിയ വാഹനങ്ങളുടെ വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ ഒരു 2 വാഹനങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമായിട്ട് നിങ്ങൾക്ക് ആരും അറിയാമെങ്കിൽ അവർക്കും ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും അറിയട്ടെ. ദാറ്റ്സ് ഓൾ. ഞാൻ നന്ദു. ഇനി മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.